ഒന്ന്, ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ഉപദേശക വൃന്ദത്തിനും നന്ദി പറയണം. ഹിന്ദു സമൂഹം എന്നും കടപ്പെട്ടിരിക്കുന്നു. ഉറങ്ങിക്കിടന്ന ഹിന്ദു, ഉറക്കം നടിച്ച ഹിന്ദു, ഇതൊന്നും നമ്മളെ ബാധിക്കില്ലെന്ന് ധരിച്ച ഹിന്ദു ഒക്കെ ഉണർന്നു. എന്ത് സംഭവിക്കാമെന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന കൂടിയായി മാറിയില്ലേ ശ്രീ കെ സുരേന്ദ്രൻ? അല്ല, തീർച്ചയായിട്ടും ശബരിമലയിലെ ആചാരങ്ങൾ തടസ്സപ്പെടുത്താൻ, അതിനെ തകർക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ സംസ്ഥാനത്ത് നടന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് അവസാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. കാരണം ഒരു ആവശ്യവുമില്ലാതെ ഈ ഒരു കോടതി വിധിയുടെ മറവിൽ ശബരിമലയെ തെരഞ്ഞുപിടിച്ച് അവിടേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പോലീസിൻ്റെ സഹായത്തോടു കൂടി ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗൂഢാലോചന സർക്കാർ നടത്തി. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ പിണറായി വിജയൻ സർക്കാർ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, അതിനുശേഷം ആ ഒരു ശബരിമല തകർക്കാൻ ഒരു ശ്രമം അദ്ദേഹം നടത്തിയതിന് ശേഷം കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ശരിയായി വിലയിരുത്തിയാൽ ഇത് അവസാനിക്കാൻ പോവുകയാണ്. കാരണം ഒരുപക്ഷെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതിനേക്കാൾ കൂടിയ പരിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് വളരെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായി തുടർഭരണം അവർക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ പ്രത്യയശാസ്ത്രപരമായി അവരുടെ ആശയങ്ങളോടുള്ള ജനങ്ങളുടെ നിലപാട്, ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരു പ്രസക്തിയെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ, ആ പ്രസ്ഥാനം പണ്ടുകാലത്ത് മുന്നോട്ട് വെച്ച പാവപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു തകർച്ചയിലേക്ക്, അവരുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിന് ഏറ്റവും ഒരു കാരണമായി നിന്ന ഒരു സംഭവമാണ്. ചരിത്രത്തിൽ ഒരു ശബരിമലയ്ക്ക് പ്രക്ഷോഭത്തിന് മുമ്പും ശബരിമല പ്രക്ഷോഭത്തിന് ശേഷവും പൊളിറ്റിക്കൽ പാർട്ടികളുടെ വിശദമായിട്ട് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശയപരമായിട്ടുള്ള ഒരു തകർച്ച, അത് വൈകാതെ കേരളത്തിലെ പൂർണ്ണമായിട്ടും അത് ഈ ഒരു പ്രസ്ഥാനം തന്നെ നിഷ്കാസിതമാവുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കണം. മറ്റൊരു കാര്യം ഇതിൽ പ്രധാനമായിട്ടും ശബരിമല ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഏതറ്റം വരെ, ഏത് ലെവൽ വരെ വിശ്വാസം, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ, ഈ വിഷയങ്ങളിൽ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഏതറ്റം വരെ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും പോകാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ ശബരിമല കേസ്. ഇവിടെ SR കുമാർജി ഇവിടെ പറഞ്ഞു, ഈ കേസിൻ്റെ വിധി ഇപ്പോൾ അസാധാരണമായ നിലയിലാണ് ഇതിൻ്റെ റിവ്യൂ പെറ്റീഷൻ ഭരണഘടനയുടെ ഫുൾ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ വിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ ഭാരതത്തിലെയും ലോകത്തിലെയും ജനങ്ങൾക്ക് ശരിയായൊരു വെളിച്ചം നൽകുന്ന തരത്തിലേക്ക് ഒരു തലനാരിഴ കീറി പരിശോധിച്ച് എവിടെ വരെ ജുഡീഷ്യറിക്ക് പോകാൻ പറ്റും, എവിടെ വരെ എക്സിക്യൂട്ടീവിന് പോകാൻ പറ്റും, ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവുന്ന ഒരു കൃത്യത ഈ ഒരു കോടതി വിധിയോടുകൂടി ഇതിൻ്റെ ഒരു റിവ്യൂ പെറ്റീഷൻ അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം നമ്മുടെ നാട്ടിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും ഒരു മതാധിഷ്ഠിത രാജ്യമായിട്ട് ഭാരതം പ്രവർത്തിച്ചിട്ടില്ല. വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ ഒഴിച്ചാലെല്ലാം നമ്മളുടെ രാജനീതിക്ക്, നമ്മുടെ ഭരണകൂടങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചില അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരുന്നത്. 5000-6000 വർഷത്തെ ചരിത്രം നോക്കിയാൽ നമ്മുടെ രാജനീതി, നമ്മുടെ രാജധർമ്മം പോയിരുന്നത് ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ. അതിൽ നിന്ന് കോട്ടം സംഭവിച്ച ഘട്ടത്തിലാണ് ഇതെല്ലാം ഉയർന്നു വന്നത്. അതിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമങ്ങൾ രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഭാഗ്യവശാൽ മോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഒരു കാലമാണ് ഇത്. പിന്നെ സുപ്രീം കോടതിയിലും വന്നിരിക്കുന്നത് എന്നുള്ളത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനൊക്കെ ഒരു കല്ലും നെല്ലും തിരിച്ചറിയാനുള്ള ഒരു അവസരം ശബരിമല പ്രക്ഷോഭവും ശബരിമലയിലെ സംഭവ വികാസങ്ങളും എല്ലാത്തിലും നല്ലതിനെയും തിന്മയെയും തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിത്തിരിവായിട്ട് അത് മാറിയിട്ടുണ്ട്.